The second is register storage class. രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹൈ സ്പീഡ് സ്റ്റോറേജ് ആണ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ. ഒരു പ്രോസസ്സറിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പ്രോസസ്സറിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഏറ്റവും സ്പീഡായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും കുറച്ച് ടൈം, ദാറ്റ് ഈസ് ഫോർ എ സ്മോൾ എമൗണ്ട് ടെമ്പററി സ്റ്റോറേജിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഒരു വേരിയബിൾ എപ്പോഴാണ് രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ് ആണ് നമുക്ക് പറയാൻ പറ്റുക? അതിന് നമ്മൾ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ലൈക്ക് ദിസ്, ഇങ്ങനെ രജിസ്റ്റർ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഇൻറ്റീജർ ആണ്. ഇറ്റ് ബിലോങ്സ് ടു രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ക്ലാസ് കണ്ടു. ആ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ എക്സിൻ്റെ വാല്യൂ, അതായത് നമ്മൾ എന്ത് വാല്യൂ നമ്മൾ എക്സിന് കൊടുത്താലും അത് എവിടെയായിരിക്കും പോയി സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക? മെമ്മറിയിലായിരിക്കും പോയി സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. മനസ്സിലാവുന്നു? സാധാ മെമ്മറിയിൽ. പക്ഷേ ഈ രജിസ്റ്റർ ആയിട്ട് നമ്മളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് എന്ത് വാല്യൂ കൊടുത്താലും അത് എവിടെയായിരിക്കും പോയി സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക? അത് സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക രജിസ്റ്റേഴ്സിലായിരിക്കും പോയി സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക, പ്രോസസ്സറിൻ്റെ ഉള്ളിലുള്ള രജിസ്റ്റേഴ്സിന്. മനസ്സിലാവുന്നുണ്ട്? ഏറ്റവും ഫ്രീക്വൻ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന വാല്യൂസോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് അത്യാവശ്യമുള്ള വാല്യൂസോ അവരെയാണ് നമ്മൾ രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസിൻ്റെ അടിയിൽ ഡിക്ലെയർ ചെയ്യുള്ളൂ. ഓക്കെ, സോ രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവിടെ നമ്മൾ ഇങ്ങനെ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് എക്സ് ഇസ് ഇൻ രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ് ആണ്. സോ എക്സിന് എന്ത് വാല്യൂ നമ്മൾ കൊടുത്താലും അത് എവിടെയാവും പോയി സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക? രജിസ്റ്റേഴ്സിലാവും, CPU രജിസ്റ്റേഴ്സിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. അതിൻ്റെ സ്കോപ്പും നമ്മൾ ആ പറഞ്ഞ പോലെ ഒരു ബ്ലോക്കിൻ്റെ ഉള്ളിലാണ് ഡിക്ലെയർ ചെയ്തതെന്ന് വെച്ചാൽ ബ്ലോക്കിൻ്റെ ഉള്ളിൽ മാത്രമേ അതിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പുറത്തത്തെ ഫംഗ്ഷൻസിന് ഇതിനെ ഉപയോഗിക്കാൻ പറ്റില്ല. സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനും ഒരു ഗാർബേജ് വാല്യൂ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ, ഡിക്ലെയർ ചെയ്യുമ്പോൾ ഗാർബേജ് വാല്യൂ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗാർബേജ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് ഇസ് സ്റ്റാറ്റിക് സ്റ്റോറേജ് ക്ലാസ്. സ്റ്റാറ്റിക് സ്റ്റോറേജ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ക്ലാസ് പോലെ തന്നെയാണ്. ഓക്കെ, ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ക്ലാസ് പോലെ തന്നെയാണ്. പക്ഷേ ഒരേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലൈഫ് ടൈമിലുള്ള വ്യത്യാസം. ഇതിലും അതെ, നമ്മൾ എന്ത് വേരിയബിൾ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് ഇങ്ങനെയാണ് നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്യുന്നത്. സ്റ്റാറ്റിക് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഇസ് എ ഇൻറ്റീജർ വേരിയബിൾ ഓഫ് ദ സ്റ്റോറേജ് ക്ലാസ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ സ്റ്റോറേജ് ക്ലാസ്സിലുള്ള ഒരു ഇൻറ്റീജർ വേരിയബിൾ ആണ് എക്സ്. സോ ഇങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? എക്സിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വേരിയബിൾ ആ ബ്ലോക്കിൻ്റെ ഉള്ളിൽ മാത്രമേ, നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിനും ബാധകമാണ്. പക്ഷെ ഒരു കാര്യം ഒഴിച്ച് ഇവിടെ എങ്ങനെയാണ്? ഇതിൻ്റെ ഡീഫോൾട്ട് വാല്യൂ 0 ആയിരിക്കും. 0 വിൽ ബി ദ ഡീഫോൾട്ട് വാല്യൂ. ഇതിന് ഡീഫോൾട്ടായി നമ്മൾ ഇങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സിന് ഓട്ടോമാറ്റിക്കലി 0 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും തുടക്കം തൊട്ട് ഉണ്ടാവുക. പിന്നെ നമ്മൾ മാറ്റം വരുന്നതനുസരിച്ച് അപ്ഡേറ്റഡ് ആയിക്കോളും. പിന്നെ സ്റ്റാറ്റിക് ആയിട്ട് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു. ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്തു എന്ന് വിചാരിക്കാം. ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എക്സ് സ്റ്റാറ്റിക് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ എക്സിനെ ഉപയോഗിച്ചു, എക്സിന് ഒരു 5 or 6 വാല്യൂ കൊടുത്തു, എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ചെയ്ത് എക്സിന് ഒരു വാല്യൂ കിട്ടിയെന്ന് വിചാരിക്കാം. ആ ഫംഗ്ഷനെ നമ്മൾ എക്സിറ്റ് ചെയ്ത് പുറത്തേക്ക് വന്നു. ഫംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് വന്ന് നമ്മൾ വേറൊരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആ എക്സിക്യൂട്ട് ചെയ്ത ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഈ ഫംഗ്ഷനിലേക്ക് തന്നെ വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ സംഭവിക്കുമ്പോഴും നമുക്ക് ആ വാല്യൂ റീറ്റെയിൻഡ് ആയിരിക്കും. ആ 6 എന്നുള്ള വാല്യൂ ആ എക്സിന് അപ്പോഴും ഉണ്ടായിരിക്കും. ഈ ഫംഗ്ഷനിൽ നിന്ന് പുറത്ത് കടന്നു എന്ന് വിചാരിച്ചിട്ട് ആ വാല്യൂവിൽ മാറ്റം ഉണ്ടാവില്ല. മനസ്സിലാവുണ്ടോ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ സാറ്റസ് ഒരു ഫംഗ്ഷൻ 1, അതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റാറ്റിക് ഇൻറ്റ് എക്സ് എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും പെർഫോം ചെയ്ത് ഇനി ഫംഗ്ഷൻ 2 സ്റ്റാറ്റിക് ഇൻഡെക്സ് എക്സ് ഇസ് ഈക്വൽ ടു 10 ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഫംഗ്ഷൻ 2ൽ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്തു. നമ്മൾ ഇവിടെ അത് കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ ചെയ്തു എന്ന് വിചാരിക്കാം. റിട്ടേൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇങ്ങോട്ടേക്കാണ് വരുന്നതെന്ന് വിചാരിക്കാം. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ എക്സിൻ്റെ വാല്യൂ ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞ് വേറൊരു ഫംഗ്ഷൻ പെർഫോം ചെയ്ത് തിരിച്ചു വന്നാലും എക്സിൻ്റെ വാല്യൂ റീറ്റെയിൻഡ് ആയിരിക്കും. ഈ 10 തന്നെയായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിക് സ്റ്റോറേജ് ക്ലാസ്. അതാണ് സ്റ്റാറ്റിക് സ്റ്റോറേജ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യൂ എപ്പോഴും റീറ്റെയിൻഡ് ആയിരിക്കും. ഓക്കെ.